നമുക്ക് ശ്രദ്ധാപൂർവം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6 തിരുവനന്തപുരം 1 തുടങ്ങി 12 വരെ. യേശു തിബേരിയസ് എന്നുകൂടെ വിളിക്കപ്പെടുന്ന ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയി. വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോടുകൂടി അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി വലിയൊരു ജനതന്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടു. അവൻ പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കുവാനാണ് യേശു പ്രകാരം ചോദിച്ചത്. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ തന്നെ മനസ്സിൽ കരുതിയിരുന്നു. ഫിലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്ക് അല്പം വീതം കൊടുക്കുവാൻ 200 ധനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ലല്ലോ. ശിഷ്യന്മാരിൽ ഒരുവനും ശിമോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അതുകൊണ്ട് എന്ത് ആകാൻ? യേശു പറഞ്ഞു, ആളുകളെല്ലാം ഭക്ഷണത്തിന് ഇരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളരുന്നുണ്ടായിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കൂട്ട നിറയെ അവർ ശേഖരിച്ചു. ഈശോയിൽ നിങ്ങൾക്കൊക്കെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള നിങ്ങളുടെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട രാജു കൊക്കനച്ച, വൊക്കേഷണൽ സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറലായിട്ടുള്ള ഏറെ പ്രിയങ്കരനും ബഹുമാന്യനുമായിട്ടുള്ള ഫാദർ അന്തോണിയോ റഫായേലെ ദി നാഷിമെന്തോ, സ്നേഹമുള്ള സഹോദര വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, പിതാവിന് ഏറ്റവും ഇഷ്ടമുള്ള വാത്സല്യമുള്ള പിതാവിൻ്റെ പൊന്നു കുഞ്ഞു മക്കളെ, ഇന്ന് തിരുപ്പട്ട സ്വീകരിക്കുന്ന ഡീക്കൻ നിതിൻ്റെ വാത്സല്യനിധികളായിട്ടുള്ള മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, പ്രിയമുള്ള ഡീക്കൻ നിതിൻ, അനന്തര സാധാരണമായിട്ടുള്ള ആനന്ദത്തോടും ആകാശം മുട്ടയുള്ള അഭിമാനത്തോടും കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ ആൾത്താരയ്ക്ക് ചുറ്റും ഇന്ന് ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ദൈവം നമുക്ക് ഡീക്കൻ നിധിയിലൂടെ വലിയൊരു നിധി നിക്ഷേപം സ്വർഗത്തിൽ നിന്ന് നൽകുകയാണ്. നമുക്ക് ഇരു കരങ്ങളും നീട്ടി ഈ നിധി നിക്ഷേപത്തെ കരങ്ങളിൽ സ്വീകരിച്ച മാറോട് ചേർത്ത് അപ്പസ്തോലനായ പൗലോസിനോട് ചേർന്ന് പറയാം, അവർണ്ണനീയമായ ഈ മഹാദാനത്തിന് കർത്താവേ നന്ദി എന്ന്. നിതിൻ ഇന്നലെ രാത്രിയാണ് ബിഷപ്സ് ഹൗസിലെ പട്ടത്തിൻ്റെ ഒരുക്കത്തിനായിട്ട് എൻ്റെ അടുക്കൽ വന്നത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ട് ഞങ്ങൾ വളരെയേറെ പ്രാർത്ഥനാപൂർവം ഈ തിരുപ്പട്ടത്തിൻ്റെ പ്രാർത്ഥനകളും വിശുദ്ധ ഗ്രന്ഥ വായനകളൊക്കെ പഠിക്കുകയുണ്ടായി. 1986 ജൂൺ മാസം 9-ാം തീയതിയാണ് നിതിൻ്റെ ജന്മദിനം. ഒരുപക്ഷെ ഈ കൊല്ലം പട്ടം വാങ്ങിച്ചതില്ലേ 86 ജനിച്ചിട്ടുള്ളത് നിതിൻ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയൊക്കെ 85-കാരാണ്.
അതുകൊണ്ട് തന്നെ ഈ പട്ടം സ്വീകരിക്കുന്ന ഗ്രൂപ്പിലെ ബെഞ്ചമിനാണ് നിതിൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നിതിനോട് ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നിതിൻ്റെ മാമുദീസ പേര് തിമോത്തി എന്നാണ്. നമ്മുടെ ഇടയിൽ ആർക്കും ഇല്ലാത്തൊരു പേരാണ് നിതിനെ വീട്ടുകാരെ കൊടുത്തിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്, അതിന് ഒരു എക്യൂമെനിക്കൽ പശ്ചാത്തലമൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം, നിതിൻ്റെ അമ്മ വഴിക്കുള്ള അമ്മാമ്മ തൃശ്ശൂരുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. തൃശ്ശൂരിൽ വളരെ വിശുദ്ധ ജീവിതം നയിച്ച് കടന്നുപോയ ഒരു അകത്തോലിക്ക മെത്രാനച്ചനുണ്ട്, തൃശ്ശൂർക്കാരൊക്കെ അറിയുന്ന ഒരാളാണ്, മാർ തിമോത്തിയോസ്, അബിമലേക് തിമോത്തിയോസ്. വീട്ടിലെല്ലാം പെൺകുട്ടികളായപ്പോൾ അമ്മൂമ്മ നേർച്ച നേർന്നു, ഒരാൺകൊച്ചുണ്ടാകുകയാണെങ്കിൽ എൻ്റെ മകൾ പ്രസവിക്കുന്ന കുഞ്ഞിനെ തിമോത്തി എന്ന് പേരിട്ടേക്കാം, മാത്രമല്ല അവൻ്റെ ഉള്ളം കയ്യിൽ ഒരു പിടി പണം കൊണ്ടുവന്ന് നേർച്ചയായിട്ട് കബറിടത്തിലിട്ടേക്കാമെന്ന്. അമ്മമ്മ ഉറച്ച് വിശ്വസിക്കുന്നത് ഈ പ്രാർത്ഥന തമ്പുരാൻ കേട്ടതാണ് നിതിൻ്റെ ജനനത്തിന് കാരണമായത്. അങ്ങനെയാണ് നിതിന് മാമുദീസായിലെ തിമോത്തി എന്ന് പേരിട്ടത്. നിങ്ങൾക്കറിയാം, നമ്മുടെ തൈക്കാട്ടുശ്ശേരി പള്ളി വിശുദ്ധ പൗലോസ് ലീഹായുടെ നാമത്തിലുള്ള പള്ളിയാണ്. നമ്മുടെ അതിരൂപതയിൽ 210 ഇടവക പള്ളികളിലെ പൗലോസിന്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ഏക ദേവാലയം ഈ തൈക്കാട്ടുശ്ശേരിയിലെ ഈ ഇടവകപ്പള്ളിയാണ്. പൗലോസ് അപ്പസ്തോലന്റെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ശിഷ്യനാണ് തിമോത്തി. അപ്പസ്തോലന്റെ അവസാനത്തെ ലേഖനം എഴുതിയിട്ടുള്ളത് തിമോത്തിക്കാണ്. തിമോത്തിക്ക് എഴുതിയ 1-2 ലേഖനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് വായിച്ചു കേൾക്കാം. വളരെ യുക്തിസഹജമായിട്ട് എഴുതുന്ന അപ്പസ്തോലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലാണ് ഏറ്റവും വികാരഭരിതമായിട്ട് വാക്കുകൾ പ്രയോഗിക്കുന്നത്. ഞാൻ ഒരു നൈവേദ്യമായിട്ട് അർപ്പിക്കപ്പെടാനുള്ള സമയമായി, ഞാൻ നല്ല ഓട്ടമോടി, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു, അതുകൊണ്ട് നീതിയുള്ള ന്യായാധിപനായ കർത്താവ് വിശുദ്ധിയുടെ കിരീടം എന്നെ അണിയിക്കട്ടെ എന്നുള്ള ആ പ്രാർത്ഥനയൊക്കെ അപ്പസ്തോലൻ എഴുതുന്നത് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലാണ്. അപ്പസ്തോലൻ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ നൽകിയ കൈവെപ്പ് ഉജ്ജ്വലമാക്കേണ്ടതിന് നീ നിന്റെ ഹൃദയങ്ങളെ കർത്താവിലേക്ക് തുറന്നു പിടിക്കുക. തൈക്കാട്ടുശ്ശേരി പള്ളിയിൽ അവതാര സംഘത്തിൽ അംഗമായിരുന്നു നിതിൻ. ഉള്ളിൽ അച്ഛനായ കൊള്ളാന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. പന്തൽ സ്കൂളിലാണ് LP, ഗവൺമെന്റ് സ്കൂളിലാണ് UP, തലൂർ ദീപ്തിയിലാണ് ഹൈസ്കൂള്. 2001 മാർച്ച് മാസം SSLC പാസ്സായി. റിസൾട്ട് അറിഞ്ഞപ്പോൾ 400 ചില്ലാനം മാർക്കുണ്ട്. അപ്പോഴാണ് ദൈവം എന്നെ വൈദികനാകാൻ വിളിക്കുന്നുണ്ടെന്നുള്ള ഒരു കൃത്യത വന്നത്. അമ്മച്ചിയോടൊക്കെ പറഞ്ഞു. നിതിൻ ആദ്യമായിട്ട് പോയത് തലൂര് ആശ്രമത്തിലെ വൈദികരെടുത്താണ്. അവരോട് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് അച്ഛനായ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പൗലോസ് അപ്പസ്തോലിനെ പോലെ അകാലജാതനാണ്. അവര് പറഞ്ഞു, മോനെ ഇക്കൊല്ലത്തെ സെലക്ഷനൊക്കെ കഴിഞ്ഞില്ല കൂട്ടാ, നീ അല്പം വൈകിപ്പോയി, നീ ഒരു കാര്യം, നീ മിടുക്കനാണ്, നീ അടുത്ത കൊല്ലം ഉറപ്പായിട്ടും നമ്മുടെ കൂടെ ചേരണം, നീ ഒരു കൊല്ലം കാത്തു നിൽക്കണം. പക്ഷേ നിതിന്റെ മനസ്സിൽ ഒരിക്കലും കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ലായിരുന്നു. നിതിൻ എപ്പോഴും കണ്ടിട്ടുണ്ട്, ദീപ്തി സ്കൂളിലേക്ക് ഇവിടെ നിന്ന് പാടം വഴിക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ വൊക്കേഷണറിയുടെ മുന്നിലാ ചെല്ലുക. അവിടെ നിന്ന് ചെമ്മാച്ചന്മാർ പഠിക്കാനായിട്ട് വനന്തരപ്പള്ളി CDM പാരലൽ കോളേജിലേക്ക് പോകുന്നത് നിതിൻ കണ്ടിട്ടുണ്ട്.
ഒരുപക്ഷെ ആരും അതൊരു സെമിനാരി ആണെന്നോ അവിടെ വൊക്കേഷണൽ സഭയാണെന്നോ ഒന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല. ഒരുപക്ഷെ ഈ സെമിനാരിയിൽ നിന്ന് പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങള് അത് നിതിന് അടയാള നക്ഷത്രങ്ങളായി. നിതിൻ അങ്ങനെയാണ് ധൈര്യം സംഭരിച്ച് വൊക്കേഷണറിയിൽ ചെല്ലുന്നത്. അക്കൊല അവിടുത്തെ സെലക്ഷനൊക്കെ കഴിഞ്ഞ് അവർ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് പഠിപ്പ് തുടങ്ങിയ ശേഷമാണ് നിതിന്റെ വരവ്. എങ്കിലും അവർ പറഞ്ഞു, സാരമില്ല കുട്ടി, നീ വീട്ടിൽ പോയിട്ട് സമ്മതമൊക്കെ വാങ്ങിച്ച് വരികയാണെങ്കിൽ നിന്നെ ഞങ്ങൾ എടുത്തോളാം. അങ്ങനെ നിതിന് തലോര് വൊക്കേഷണറിയിലെ പ്രവേശനം കിട്ടുകയാണ്. നിതിൻ അവിടെ ചേരുമ്പോൾ ഇവിടെ നിന്ന് അനിലും അജയും ഈ സെമിനറിയിലെ പഠിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് പോലും നിതിനില്ലായിരുന്നു. നോക്കൂ, ദൈവത്തിന്റെ വഴികൾ അത്ഭുതങ്ങളാണ്. ഒരുപക്ഷെ അവരുടെ സ്വാധീനമോ ഇവിടുത്തെ അച്ഛന്മാരുടെ സ്വാധീനമോ ഒന്നും തന്നെ വൊക്കേഷണറിൽ ചേരാൻ നിതിന് കാരണമായിട്ടില്ല. അതേസമയം തന്നെ നിതിൻ എന്നോട് പറഞ്ഞു, വീട്ടിലെ ചിട്ടയായ കുടുംബ ബന്ധമാണ്. അപ്പച്ചൻ മംഗലാപുരത്താണ്. അപ്പച്ചൻ പക്ഷെ ഞങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. അമ്മച്ചി പരമഭക്തയാണ്. ഒരുപക്ഷെ പള്ളിയിൽ പോകാനും അൾത്താരയിലെ വിശുദ്ധ കുർബാനയ്ക്ക് കൂടാനൊക്കെ എന്നെ പ്രേരിപ്പിച്ചത് അമ്മച്ചിയാണ്. ഒരുപക്ഷെ എന്റെ ദൈവവിളിയുടെ ഉറവിടം അവിടെ നിന്നാണ്. അപ്പ സമ്മതിക്കില്ലെന്നാ കരുതിയത്. അപ്പൻ ഏകമകനെ അൾത്താരയിലെ കർത്താവിന്റെ ബലിപീഠത്തിലെ വൈദിക ദൗത്യത്തിനായിട്ട് കൊടുക്കാൻ ഔദാര്യം കാണിക്കില്ലെന്നായിരുന്നു നിതിന്റെ മനസ്സിലുള്ള കരുതല്. പക്ഷെ അപ്പച്ചൻ തടസ്സം പറഞ്ഞില്ലെന്നാ പറയുന്നത്. നീ പൊക്കോ, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. നിതിൻ എന്നോട് പറഞ്ഞു. പിന്നീട് ഒരിക്കല് നിതിൻ അപ്പച്ചനോട് വളരെ സ്നേഹത്തോടുകൂടെ ചോദിച്ചു, ഞാൻ വീട്ടിൽ നിന്ന് അൾത്താരയിലെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് പോകുന്നതില് അപ്പച്ചന് പരിഭവം ഒന്നും ഉണ്ടായിരുന്നില്ലേ? അപ്പച്ചന് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ലേ? നിതിൻ ചോദിച്ച ചോദ്യത്തിന് അപ്പൻ കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു. അപ്പൻ അബ്രഹാമിനെ വിശ്വസിച്ചിരുന്ന ആളാണ്. അബ്രഹാമിനോട് ബലിയർപ്പിക്കാൻ പറഞ്ഞു. ബലിയർപ്പിക്കാനായിട്ട് മനസ്സിലെ ഇച്ഛാഭംഗത്തോടുകൂടെ കത്തിയെടുത്തപ്പോ ഉറപ്പായിട്ടും ബലി ചെയ്യുമെന്ന് തീരുമാനമായപ്പോഴും മാലാഖ ഇടപെട്ടിട്ട് പറഞ്ഞു, നീ കുഞ്ഞിനെ ഉപദ്രവം ചെയ്യേക്കരുത്, കത്തി ഉറയിലിടുക, നീ ആ വള്ളിക്കുടലിൽ കുരുങ്ങിക്കിടക്കുന്ന കുഞ്ഞാടിനെ എടുത്ത് എനിക്കായിട്ട് ബലിയർപ്പിക്കുക. നിതിൻ സൂചിപ്പിച്ചതാണ്. അപ്പച്ചന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയായിരുന്നു, ഞാൻ സെമിനാരിൽ 2 മാസം 1 കൊല്ലമൊക്കെ നിൽക്കും, അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരും. പക്ഷേ നിതിൻ പറയുകയാണ്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ അവിടെ ചെന്നതിന് ശേഷം എന്റെ മനസ്സ് പതറിയിട്ടില്ല. 11.5 വർഷങ്ങള് പരിശീലനം പൂർത്തിയാക്കി ഇന്ന് നിതിൻ കർത്താവിന്റെ അൾത്താരയിലെ കർത്താവിന്റെ പുരോഹിതനായിട്ട് അഭിഷിക്തനാകുകയാണ്. ആൻഡോയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒരുപക്ഷെ ആൻഡോയുടെ തറവാട്ട് കുടുംബം നിലനിൽക്കാൻ കർത്താവ് ആൻഡോയുടെ കയ്യിൽ ഏൽപ്പിച്ച കടിഞ്ഞൂൽ പുത്രൻ, തന്റെ ഏകജാതനെ കർത്താവിന്റെ അൾത്താരയിലെ കർത്താവിനെ പിശുക്ക് കൂടാതെ ലോപം കൂടാതെ കൊടുക്കുന്നതിന് ആൻഡോ കാണിച്ച മഹാമനസ്കത. തന്റെ തറവാട് ഇതുകൊണ്ട് അവസാനിക്കുക. തന്റെ പെൺകൊച്ചിനെ കെട്ടിച്ചയച്ചു. അവള് ഭർത്താവുമായിട്ട് താമസിക്കുകയാണ്. തന്റെ കുടുംബത്തിന്റെ താവഴികളുടെ അടിവേരുകള് ഈ പട്ടത്തോടുകൂടെ വെട്ടി മാറ്റപ്പെടുകയാണ്. പക്ഷെ ആൻഡോ അഭിമാനത്തോടുകൂടെ ഇന്ന് നിങ്ങളോടൊത്ത് ഈ അൾത്താരയിൽ നിൽക്കുമ്പോഴും ആൻഡോയ്ക്ക് പറയാനുണ്ട്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു, അവന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഈ തിരുക്കർമ്മത്തിന്റെ ആദ്യമേ തന്നെ ആൻഡോയെയും പ്രിയ പത്നി ഓമനയെയും അവരുടെ കുടുംബത്തെയും ഈ ദൈവവിളി കർത്താവിന് വേണ്ടി കാത്തു സൂക്ഷിച്ചതിനെ, ഈ ദൈവവിളി കർത്താവിന്റെ ബലിപീഠത്തിൽ എത്തുവോളം നിസ്തന്ത്ര പരിശ്രമമായിട്ട് കാത്തുനിന്നതിനെ, ഒരുക്കി വിട്ടതിനെ ഞാൻ അവരോട് സഭയുടെ നാമത്തിൽ നന്ദി പറയുന്നു. നിതിൻ പോയി ചേർന്നത് നിങ്ങൾക്കറിയാം, ദൈവവിളി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വാഴ്ത്തപ്പെട്ട ജസ്റ്റീനിയൻ അച്ഛൻ സ്ഥാപിച്ച ഒരു സഭയിലാണ്.
അദ്ദേഹം സഭാസ്ഥാപകൻ. അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ദൈവവിളികൾ സൂക്ഷിക്കപ്പെടേണ്ടത് കുടുംബങ്ങളിലാണ്, അത് ഇടവകകളിലാണ്, അത് വിള കൊയ്യേണ്ടത് സെമിനറികളിലാണ്. ഇത് സത്യമാണെങ്കിൽ നിതിൻ വർഷങ്ങൾക്ക് മുൻപ് വൊക്കേഷനിസ്റ്റ് സന്യാസ സഭയിലെ വ്രതം ചെയ്ത് അംഗമാകുന്നതിന് മുൻപേ ആ കുടുംബം നിങ്ങളുടെ സ്ഥാപക പിതാവിന്റെ ചൈതന്യം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കുഞ്ഞിനെ കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുകയും ഒരുക്കുകയായിരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കർത്താവിന് കൊടുത്തത് നഷ്ടമാകില്ല. അത് കർത്താവ് വലിയ അനുഗ്രഹവും നിങ്ങൾക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും 100 മേനി വിളവുമായിട്ട് തിരിച്ചു നൽകാൻ കാരണമാകട്ടെ. ഞാൻ നിതിനോട് ചോദിച്ചേ, മോനെ, അച്ഛനാകുമ്പോൾ നിന്റെ മനസ്സിലുള്ള സ്വപ്നം എന്താ? എങ്ങനെയാണ് ഒരു അച്ഛനായിത്തീരേണ്ടത് എന്നതിനെ കുറിച്ച് പൊന്നുമോനെ എന്താ ചിന്ത? അവൻ എന്നോട് പറഞ്ഞു, എന്റെ കയ്യിലുള്ളത് മുഴുവൻ ദൈവത്തിന് കൊടുക്കണം. അത് ദൈവം ആർക്കാണോ കൊടുക്കാൻ പറയുന്നത് അവർക്ക് കൊടുക്കണം. എന്റെ കയ്യിലുള്ളത് മുഴുവൻ ദൈവത്തിന് കൊടുക്കണം. അത് ദൈവം ആർക്കാണോ കൊടുക്കാൻ പറയുന്നത് അവർക്ക് കൊടുക്കണം. ഞാനപ്പോഴേ ചോദിച്ചു, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഏത് സുവിശേഷമാണ് ഇന്ന് ഈ തിരുപ്പട്ട വേളയിൽ വായിക്കേണ്ടത്? അപ്പോഴേ ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്വേഷിച്ചു. അങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിലെ 1 തുടങ്ങി 12 വരെയുള്ള തിരുവചനങ്ങൾ നിതിൻ പറഞ്ഞു, അത് എന്റെ മനസ്സിന് ഇണങ്ങുന്നതാണ്, നമുക്കത് വായിക്കാം. എത്ര മനോഹരമാണ് ആ വായന. കർത്താവ് കണ്ണുകൾ ഉയർത്തി നോക്കി. വലിയ ഒരു ജനതതി തന്റെ മുൻപിലെ തിങ്ങിക്കൂടുന്നത് കണ്ടിട്ട് അവന്റെ ഹൃദയം പിതാവിന്റെ പക്കലേക്ക് ഉയർന്നു. അവൻ അവരെ കുറിച്ച് ആകുലപ്പെട്ടു. അനുകമ്പയോടുകൂടെ അവൻ അവരോട് ചോദിച്ചു, ഇടയനില്ലാത്ത ഈ ആടുകള്, ഇവർക്ക് നാം എവിടെ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കും? ഇടയനില്ലാത്ത ഈ ആടുകള്, എനിക്ക് അവരോട് അനുകമ്പ തോന്നുന്നു, നാം എവിടെ നിന്ന് ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കും? അപ്പസ്തോലന്മാർ ഉടക്കുകളാ പറഞ്ഞത്. അവര് പറഞ്ഞു, സ്ഥലം വിജനമാണ്, സമയം സന്ധ്യയാണ്, ബഡ്ജറ്റ് കാലിയാണ്, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഈശോ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? ആ ചോദ്യത്തിന് മറുപടിയായിട്ട് അന്ത്രയോസ് വിളിച്ചു പറയുന്നുണ്ട്, ആരുടെ കയ്യിലും ഒന്നുമില്ല. പക്ഷെ ഈ പിന്നാമ്പുറത്തൊരു പിഞ്ചു ബാലൻ, അവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. 5000-ഓളം പുരുഷന്മാരുണ്ട്, ഇരട്ടി സ്ത്രീകളുണ്ട്, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ടാകണം. 5 അപ്പവും 2 മീനും, പിന്നാമ്പുറത്തൊരു പിഞ്ചു ബാലൻ. ഇന്ന് ഈ അൾത്താരയിലേക്ക് ഞാനും നിങ്ങളും പ്രദക്ഷിണമായിട്ട് കർത്താവിനെ തൃക്കാണിക്കയായിട്ട് സമർപ്പിക്കാൻ കൊണ്ടുവന്ന നിതിനെ പോലെ അന്ത്രയോസ് ആ പിഞ്ചു ബാലനെ കർത്താവിന്റെ അടുക്കലേക്ക് എഴുന്നള്ളിച്ചു. കർത്താവ് 2 കരങ്ങൾ നീട്ടി അവനോട് ചോദിച്ചു, നിന്റെ അപ്പം നീ എനിക്ക് തരുമോ? കർത്താവിന്റെ ഉള്ളം കയ്യിലെ അവൻ 5 അപ്പവും 2 മീനും വെച്ചു. കർത്താവ് അതെടുത്തുയർത്തി വാഴ്ത്തി അതെടുത്ത് മുറിച്ചു, എല്ലാവർക്കുമായിട്ട് കൊടുത്തു. എല്ലാവരും തിന്ന് തീർത്തു. ബാക്കി വന്ന അപ്പകഷ്ണങ്ങള് ആർക്കും വേണ്ടാതെ അവിടെ വീണപ്പോഴ് ഈശോ പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ എല്ലാം ശേഖരിക്കുവിൻ. എല്ലാവരും തിന്ന് തൃപ്തരായ ശേഷം 12 കൊട്ട നിറയെ ബാക്കി വന്നു. ഒരുപക്ഷെ വൈദിക ജീവിതം എന്ന് പറയുന്നത് കൊടുത്തു തീർക്കാനുള്ള കടപ്പാടുകളുടെ കടപ്പത്രമാണ്. ഒരു വൈദികൻ മുറിച്ച് പങ്കിടാനായിട്ട് വിളിക്കപ്പെട്ടവനാണ്. ഇന്ന് നിതിൻ ആഘോഷമായിട്ട് അൾത്താരയിലേക്ക് കയറ്റിക്കൊണ്ടുവരപ്പെട്ടു. നിതിന്റെ സാധ്യതകളും നിതിന്റെ കയ്യിലെ സിദ്ധികളും നിതിന് കർത്താവ് കൊടുത്തിട്ടുള്ള എല്ലാ സമ്പത്തും, ആരോഗ്യവും ആയുസ്സും ബുദ്ധിയും സാമർഥ്യവും ഒക്കെ ഇനി മുതൽ കർത്താവിന്റെ കരങ്ങളിൽ ഉയർത്തപ്പെടുന്ന അപ്പങ്ങളാണ്. അത് ജനങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടാനുള്ളതാണ്. ഒരുപക്ഷെ പൗരോഹിത്യം ഉറവ പൊട്ടുന്ന ഗർഭപാത്രം അനുകമ്പയാണ്. അനുകമ്പയിലാണ് പൗരോഹിത്യം ഉറവ പൊട്ടുന്നത്. അവിടെയാണ് പൗരോഹിത്യം ബീജസങ്കലനം ചെയ്യുന്നത്. നിതിൻ കർത്താവിന്റെ അനുകമ്പയ്ക്ക് കർത്താവിന്റെ കരങ്ങളിലെ ഉപകരണമാകുകയാണ്.
തന്റെ ജനത്തോട് അനുകമ്പയുള്ള വൈദികനായിട്ട് ജീവിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു വൈദികൻ ജനങ്ങളുടെ ദുഃഖങ്ങളുടെ നടുവിലെ, ജനങ്ങളുടെ തകർച്ചകളുടെ നടുവിലെ, അവിടെ നൊമ്പരങ്ങളുടെ നടുവിലെ കർത്താവിന്റെ സ്വാന്തനമാണ്. ഇന്ന് വായിച്ചു കേട്ട ഒന്നാമത്തെ വായന പുറപ്പാടിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 തുടങ്ങി 10 വരെയാണ്. മോശയെ വിളിക്കുന്നതാണ്. മോശയെ വിളിച്ചത് എന്തിനാ? ഞാൻ എൻ്റെ ജനത്തിന്റെ തകർച്ചകൾ കണ്ടു, അവിടെ സങ്കടങ്ങള് ഞാൻ കണ്ടു, അവിടെ വേദനകള് ഞാൻ കണ്ടു, അവരുടെ രോദനം ഞാൻ കേട്ടു. നീ എനിക്ക് പകരം അവർക്ക് വേണ്ടി പോകണം. നീ എന്റെ സ്വാന്തനമായിട്ട് അവർക്ക് വേണ്ടി കൂട്ടാകണം. അവിടെ നൊമ്പരങ്ങളിലെ നിന്റെ കരസ്പർശനം അവർക്ക് ഔഷധമാകട്ടെ, അവർക്ക് സ്വാന്തനമാകട്ടെ, അവർക്ക് സമാശ്വാസമാകട്ടെ. ഒരു വൈദികൻ കർത്താവിന്റെ ജനങ്ങളുടെ നൊമ്പരങ്ങൾ നെഞ്ചിലേറ്റുന്നവനാണ്. ഒരു വൈദികൻ ബലിയർപ്പിക്കുന്ന ബലിപീഠം പള്ളിക്കകത്തുള്ള കമനീയമായ മേശക്കൂട്ട് മാത്രമല്ല, ജനങ്ങളുടെ ജീവിതങ്ങളുടെ സങ്കടങ്ങളുടെ തകർച്ചകളുടെ ഈ വലിയ അൾത്താരയിലെ ബലിയർപ്പിക്കാനായിട്ട് ഒരു വൈദികന് കഴിയണം. ഇന്ന് വായിച്ചു കേട്ട 2-ാമത്തെ വായന ജെറേമ്യായുടെ പുസ്തകത്തിൽ നിന്നാണ്. ജെറേമ്യായുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 1 തുടങ്ങി 10 വരെയുള്ള വാക്കുകൾ. നിന്റെ നാവ് എനിക്ക് കടം തരുമോ? എന്റെ ജനത്തോട് എനിക്ക് സംസാരിക്കണം. നിന്റെ നാവിൽ ഞാൻ ഒളിഞ്ഞിരിക്കട്ടെ. ഇന്ന് നിങ്ങൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടു, കർത്താവ് തോണിയിൽ കയറിയിരുന്ന് തന്റെ ജനത്തോട് സംസാരിച്ചു. യാക്കോബിന്റെയും യോഹന്നാന്റെയും അന്ത്രയോസിന്റെയും പത്രോസിന്റെയും ഒക്കെ തോണികളായിരുന്നു. ആ തോണികൾ അവിടുന്ന് കടമെടുത്തു. ആ തോണികളിൽ ഇരുന്ന് തന്റെ ജനത്തെ പഠിപ്പിച്ചു. ഒരുപക്ഷെ നിതിൻ കർത്താവിന്റെ തോണിയാകുകയാണ്. കർത്താവിനിരുന്ന് പഠിപ്പിക്കാൻ തന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ് നിതിൻ. അപ്പസ്തോലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലെ തിമോത്തി ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ 2-ാമത്തെ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളുണ്ട്. ഞാൻ നിന്നെ പഠിപ്പിച്ച കാര്യങ്ങള് നീ നിന്റെ ജനത്തോട് പഠിപ്പിക്കുക. ഞാൻ നിന്നെ പഠിപ്പിച്ച കാര്യങ്ങള്, നീ എന്നിൽ നിന്ന് കേട്ട കാര്യങ്ങള്, നീ എന്നിൽ നിന്ന് സ്വീകരിച്ച കാര്യങ്ങള് എന്റെ ജനത്തെ നീ പഠിപ്പിക്കുക. ഒരു വൈദികൻ കർത്താവിന്റെ പാഠപുസ്തകമാണ്. ഒരു വൈദികന്റെ ജീവിതം കർത്താവിന്റെ വചനത്തിന്റെ തുടർച്ചയാണ്. നിതിൻ പട്ടം സ്വീകരിച്ചു കഴിയുമ്പോൾ നിതിന്റെ കയ്യിൽ സുവിശേഷ പുസ്തകം കൊടുത്തിട്ട് ചൊല്ലുന്ന പ്രാർത്ഥന എത്ര മനോഹരമാണ്. കർത്താവിന്റെ സുവിശേഷം നിനക്ക് ശക്തി കേന്ദ്രമാകട്ടെ. കർത്താവിന്റെ സുവിശേഷം നിന്റെ ജീവിത നിയമമാകട്ടെ. കർത്താവിന്റെ സുവിശേഷത്തിലെ ആഴമായ ഇഷ്ടം കണ്ടെത്താനും അത് ജീവിതം കൊണ്ട് ജനങ്ങളുടെ മുൻപിൽ ആകർഷണീയമായിട്ട് അവതരിപ്പിക്കാനും അത് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താനും നിതിനെ കഴിയുമാറാകട്ടെ. ഇന്ന് വായിച്ചു കേട്ട ഹെബ്രായർക്കുള്ള ലേഖനം, അതിലെ അഹറോനെ കുറിച്ചൊരു പരാമർശനമുണ്ട്. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു പരാമർശനമാണ്. വൈദികർ മരിക്കുമ്പോൾ വൈദികരുടെ ശവസംസ്കാര കർമ്മത്തില് വായിക്കുന്ന ആദ്യത്തെ വായന സംഖ്യയുടെ പുസ്തകത്തിൽ നിന്ന് 20-ാമത്തെ അധ്യായമാണ്. അഹറോന്റെ മരണമാണ്. കാദേശിനെത്തിയപ്പോൾ മലമുകളിലേക്ക് മോശ അഹറോനെ കയറ്റി. അഹറോന്റെ മകൻ താഴെയുണ്ടായിരുന്നു. എന്നിട്ട് അഹറോനോട് പറഞ്ഞു, നീ നിന്റെ പുരോഹിത വസ്ത്രം അഴിച്ച് താഴെ വെക്കുക. അഹറോൻ പുരോഹിത വസ്ത്രം അഴിച്ച് താഴെ ഇട്ടപ്പോൾ അഹറോൻ മരിച്ചു എന്നാണ് പറയുന്നത്. ഒരു വൈദികൻ അഹറോന്റെ പ്രതീകമാണ്. അഹറോൻ കർത്താവിന്റെ മരണത്തിന്റെ പ്രതീകമാണ്. നമ്മുടെ കർത്താവ് കാൽവരിയിൽ മരിക്കുമ്പോഴും അവിടത്തേക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല. എല്ലാം കൊടുത്തു തീർത്തു. തന്നെ ഏൽപ്പിച്ചത് മുഴുവൻ ജനങ്ങളുടെ നന്മയ്ക്ക്, ജനങ്ങളുടെ വിമോചനത്തിനായിട്ട് കൊടുത്തു തീർത്തിട്ടാണ് അവിടുന്ന് മരിക്കുന്നത്. ഒരു വൈദികൻ ഈ ലോകത്തിലെ കൊടുത്തു തീർത്ത് മരിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. അഹറോനെ പോലെ നീ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പാപങ്ങൾക്ക് ബലിയർപ്പിക്കാൻ, നിന്റെ ജനത്തിന്റെ പാപങ്ങൾക്ക് ബലിയർപ്പിക്കാൻ, നല്ല ഇടയനായിട്ട് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഇന്ന് ഈ പട്ടം കഴിയുമ്പോഴും
നിതിനെ നമ്മൾ കാപ്പ കൊണ്ട് മൂടുകയാണ്. കർത്താവ് കാപ്പ കൊണ്ട് നിതിന്റെ ജീവിതത്തെ സംരക്ഷിക്കുകയാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിങ്ങൾക്കറിയാം, യാക്കോബിന്റെ 12 മക്കളിലെ യാക്കോബിന് ഏറ്റവും വാത്സല്യമുള്ള മകൻ യൗസേപ്പായിരുന്നു. യൗസേപ്പിനെ മറ്റു മക്കളെക്കാൾ കൂടുതൽ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ യൗസേപ്പിനെ യാക്കോബ് കൈ നീളമുള്ള ഒരു വർണ്ണക്കുപ്പായം കൊടുത്തു. സഭാപിതാക്കന്മാര് പറയുന്നത്, ഈ യാക്കോബ് പൂർവ്വ യൗസേപ്പിനോട് കാണിച്ച പ്രത്യേക ഇഷ്ടം പോലെയാണ് വൈദികനോട് ദൈവം കാണിക്കുന്ന ഇഷ്ടം. നീ ദൈവത്താൽ പ്രത്യേകം വിളിക്കപ്പെട്ടവനാണ്, നീ ദൈവത്താൽ പ്രത്യേകം സ്നേഹിക്കപ്പെട്ടവനാണ്, മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് ദൈവത്തിന് നിന്നോട് ഇഷ്ടമുണ്ട്. അതിന്റെ അടയാളമായിട്ട് കൈവപ്പ് പ്രാർത്ഥന കഴിയുമ്പോഴും നിന്റെ കരങ്ങളിൽ കൈ നീളമുള്ള ഊറാലയും കൊത്തീനെയും പൈനെയും ഒക്കെ നിനക്ക് തരുന്നത്, കാപ്പ കൊണ്ട് നിന്നെ മൂടുന്നത്. ഈ വർണ്ണക്കുപ്പായം നോക്കൂ, 7 കളറുകൾ കൊണ്ടുണ്ടാക്കിയതാണ് പിതാക്കന്മാര് പറയുന്നത്. ഈ വർണ്ണക്കുപ്പായത്തിന്റെ 7 നിറങ്ങള് പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങളാണ്. നിന്റെ പൗരോഹിത്യം നീ കാത്തു സൂക്ഷിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ തുറവിയിലാണ്. പട്ടം കൈവെപ്പിലൂടെ നൽകുന്നത് പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടുന്ന വലിയ വരദാനങ്ങളാണ്. നിന്റെ പൗരോഹിത്യം കാത്തു സൂക്ഷിക്കാൻ കർത്താവ് നിനക്ക് നൽകുന്ന വർണ്ണക്കുപ്പായമാണ് പരിശുദ്ധാത്മാവിന്റെ സപ്തദാനങ്ങള്. നീ ഈ സപ്തദാനങ്ങൾ കൊണ്ട് നിന്റെ ജീവിതത്തെ പൂർണ്ണമാക്കാനായിട്ട് കാരണമാകട്ടെ. ഇന്ന് നമ്മുടെ സഭയ്ക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ സഭയിൽ നിന്ന് ആദ്യത്തെ ഏകദേശീയ സന്യാസ സമൂഹത്തിന് ജന്മം കൊടുത്ത വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസച്ചന്റെ സ്വർഗീയ മാധ്യസ്ഥ തിരുനാൾ കൊണ്ടാടുന്ന ഈ ദിവസം നമ്മുടെ ഇടവകയിൽ നിന്ന് നമ്മുടെ സ്വന്തം മകൻ കർത്താവിന്റെ അൾത്താരയിലെ കർത്താവിന്റെ ബലിപീഠത്തിലെ കർത്താവിന്റെ സ്വന്തം വൈദികനായിട്ട് അഭിഷിക്തനാകുകയാണ്. നമുക്ക് നന്ദി പറയാം ദൈവത്തോട്. ഈ വലിയ കാരുണ്യത്തിന്, കൃപയ്ക്ക്, മഹാമനസ്കതയ്ക്ക് നന്ദി പറയാം. നിതിനെ ഞാൻ അഭിനന്ദനങ്ങൾ നേരുകയാണ്. മോനെ, ഈ കാണുന്ന പൂരമൊക്കെ ഇന്നൊക്കെ ഉള്ളൂ. ഞാനിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഞങ്ങളുടെ പടങ്ങള് നിങ്ങൾ വെളുക്കുകാലുമ വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കുക. ഞാൻ എന്നെ നോക്കിയിട്ട് പിന്നെ നിതിനെ നോക്കുക, ആരാ നന്നായിരിക്കണേന്ന്. ഞാൻ ചിലപ്പോൾ വിചാരിക്കാം എൻ്റെ പടം നന്നായിരിക്കണേന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ വയസ്സനായി, ഇത് ചെറുപ്പമാണ്. കുഞ്ഞുമോനെ, സത്യം പറഞ്ഞ ഈ പൗരോഹിത്യത്തിന്റെ തിളക്കമൊക്കെ ഇന്നത്തോണ്ട് കഴിയും. ഇത് ഓശാന പ്രദർശനമാണ്. ഇന്നവരെ കുരുത്താലൊക്കെ പിടിച്ച് ഞാനിങ്ങനെ നോക്കുമ്പോൾ അമ്മമാര് പട്ടുകൊട ഇങ്ങനെ തിരിക്കണോ കണ്ടു. സന്തോഷം കൊണ്ടാ, അതാ കൈ വറച്ചിട്ടാണോ എനിക്കറിയാൻ പാടില്ല. കുഞ്ഞുങ്ങളൊക്കെ എന്താ ഔദാര്യമായിട്ട് പൂവിട്ട് നീ കണ്ടു, ഒറ്റ ഏറിന് താലം കാലിയാക്കിയവര്. കർത്താവിനെ വരവേറ്റതുപോലെയാ മോനെ. ഇന്ന് തുടങ്ങി മോന്റെ ദുഃഖ വെള്ളിയാഴ്ച ആരംഭിക്കുക. ഈ പറഞ്ഞവർ തന്നെ ഇവൻ അറിയില്ലെന്ന് പറയും. ഈ പറഞ്ഞവർ തന്നെ നമ്മളോട് പറയും, ഞങ്ങൾക്ക് അവനെ വിട്ടുകൊടുക്കുക, ഇവനെ കൊല ചെയ്യുക എന്ന്. വൈദിക ജീവിതം കാൽവരിയാണ് മകനെ, കുരിശിന്റെ വഴിയിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ കരം പിടിച്ച് നമുക്ക് കാൽവരിയിലേക്ക് കയറാം. നമ്മുടെ ബലി ജീവിതം കൊണ്ട് പൂർത്തിയാക്കാൻ നമുക്ക് കഴിയട്ടെ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനകളും ഇതിന് കൂട്ടുണ്ടാകട്ടെ. കാൽവരിയിൽ കുരിശിന്റെ താഴെ നിന്ന അമ്മ, ആ അമ്മയെ ഭരമേൽപ്പിച്ചിട്ടാണ് ഈശോ വൈദികരെ വിട്ടത്. ആ അമ്മ നിനക്ക് കൂട്ടിനുണ്ടാകട്ടെ. നിങ്ങളുടെ വൊക്കേഷണറിയുടെ താക്കോല് വെച്ചിരിക്കുന്നത് സുപ്പീരിയറുടെ കയ്യിലല്ല, നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വൊക്കേഷണറിയുടെ താക്കോല് അമ്മയുടെ കരങ്ങളിലാണ്. അമ്മ നിന്റെ പൗരോഹിത്യത്തിന്റെയും കാവൽക്കാരിയാകട്ടെ. എല്ലാവരുടെ പേരിലും ഹൃദയപൂർവ്വം വൈദിക കൂട്ടായ്മയിലേക്ക് നിന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മിടുക്കനായി, നല്ല വൈദികനായിട്ട്, ഈശോയ്ക്ക് ഇഷ്ടമുള്ള വൈദികനായിട്ട്, ഈശോയുടെ ഹൃദയമുള്ള വൈദികനായിട്ട്, എല്ലാവർക്കും സ്വീകാര്യനായ വൈദികനായിട്ട് തീരാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ധാരാളം ദൈവവിളികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ തൈക്കാട്ടുശ്ശേരി എന്ന് ആനപ്രസവം പോലെയാ, വല്ലപ്പോഴൊക്കെ ഉണ്ടാകുള്ളൂ.
നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. എന്തോരം നല്ല കുട്ടികളാ ഈ കുട്ടികൾ, പൂവറിഞ്ഞ കുട്ടികളൊക്കെ. ഇതൊക്കെ കന്യാസ്ത്രീ കുട്ടികളാവാനുള്ളതാ. കുമ്പിട്ട് നോക്കുക. ആൺപിള്ളേരൊക്കെ നോക്കിയേ മക്കളെ, എന്താടാ പിള്ളേരെ നിങ്ങളുടെ തലയിലൊക്കെ പിതാവിന്റെ കൈവയ്ക്കാൻ പറ്റുക? അവരാകാശത്തേക്ക് നോക്കുക. നമ്മുടെ ഇടയിൽ നിന്ന് ധാരാളം ദൈവവിളികൾ ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് സർവ്വനന്മയും ദൈവാനുഗ്രഹവും പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇപ്പോൾ കാറോസുസയാണ്. പരിശുദ്ധാരൂപിയുടെ ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഒരാൾ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. പരിശുദ്ധാരൂപിയുടെ നിറവ് ഈ സഹോദരനുണ്ടാകുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കാറോസുസിക്ക് പ്രത്യുത്തരമായി, കർത്താവേ, ഈ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്കെല്ലാവർക്കും ഈ വൈദികാർത്ഥിക്ക് വേണ്ടി കർത്താവേ, ഈ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ. സ്വയം ത്യജിച്ച് കുരിശുമെടുത്ത് അനുദിനം അങ്ങയെ അനുഗമിക്കുവാനും എല്ലാറ്റിനും ഉപരിയായി അങ്ങയെ തീവ്രമായി സ്നേഹിക്കുവാനും ബ്രഹ്മചര്യം വഴി സമ്പൂർണമായി അങ്ങേക്ക് ആത്മാർപ്പണം ചെയ്യുവാനും ദരിദ്രനായി തീർന്ന് അങ്ങയെ അനുകരിച്ച് ലളിത ജീവിതം നയിക്കുവാനും മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കും വിധേയനായി സഭാസേവനമനുഷ്ഠിക്കുവാനും ലോകത്തിലെങ്ങും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും അങ്ങയുടെ ശിഷ്യന്മാരുടെ അടയാളമായ സാഹോദര്യം പുലർത്തുവാനും ശാന്തനും വിനീത ഹൃദയനുമായ അങ്ങിൽ നിന്ന് പഠിക്കുവാനും നല്ല ഇടയനായ അങ്ങയെ പോലെ അജഗണത്തിനു വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാനും അങ്ങയുടെ ജീവൻ സമൃദ്ധമായി എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും ക്രൂശിതനായ അങ്ങയെ പ്രസംഗിക്കുന്നതിൽ അഭിമാനം കൊള്ളുവാനും ലോകം മുഴുവനിലും അങ്ങയുടെ സുവിശേഷ ദീപ്തി പരത്തുവാനും എല്ലാവരെയും അങ്ങേയ്ക്കായി നേടുവാൻ വേണ്ടി എല്ലാവർക്കും എല്ലാമായി തീരുവാനും ലോകത്തിലെങ്കിലും ലോകത്തിന്റേതാകാതെ ജീവിതം നയിക്കുവാനും കാണാതെ പോയ ആടുകളെ തേടി പിടിക്കുവാനും അങ്ങയുടെ അജഗണത്തിൽ ഉൾപ്പെടാത്തവയെയും നല്ല ഇടയനായ അങ്ങയുടെ പക്കലേക്ക് ആനയിക്കുവാനും ക്ലേശിതർക്കും ദുഃഖിതർക്കും നല്ല സമരിയാക്കാരനായിരിക്കുവാനും അവശതയും അനീതിയും അനുഭവിക്കുന്നവരെ ഉദ്ധരിക്കുവാനും അങ്ങയുടെ നാമത്തെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ആനന്ദം കൊള്ളുവാനും ലോകത്തിൽ അങ്ങേക്കുള്ളവരെ അവസാനം വരെ സ്നേഹിക്കുവാനും ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളെ കൈക്കൊള്ളണമേ. അങ്ങ് ഈ ദാസന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കണമേ. സഭാ ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തുവാനും അങ്ങയുള്ള വിശ്വസ്തതയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും ഇയാൾക്ക് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകളെ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കെന്ന പോലെയും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ നേർക്കെന്ന പോലെയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവരെ ഞങ്ങളുടെ ദൃഷ്ടികൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ.
ഞങ്ങൾ അവമാനം സഹിച്ചു മടുത്തു. ആക്ഷേപകരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും കൊണ്ട് ഞങ്ങളുടെ ആത്മാവ് തകർന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദിവ്യദാനത്തെ തീവ്രമായി ആഗ്രഹിക്കുന്ന ഈ ആരാധകന്റെ മേൽ അങ്ങയുടെ സമൃദ്ധമായ കൃപയും ഉദാരമായ ദാനങ്ങളും വർഷിക്കണമേ. അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ശുശ്രൂഷിക്കുവാൻ ഇയാൾക്ക് കൃപയേകണമേ. വിശുദ്ധ സ്ലീവായാൽ രക്ഷിക്കപ്പെട്ട ജനത്തെ അങ്ങയുടെ സ്തുതിയുടെ സ്വരം കേൾപ്പിക്കുവാൻ ഇയാളെ പ്രാപ്തനാക്കണമേ. സജീവവും ജീവദായകവുമായ അങ്ങയുടെ അടയാളത്താൽ മുദ്രിതമായ ജഗണത്തെ അങ്ങയുടെ അത്ഭുതങ്ങൾ അറിയിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ശിഷ്യഗണത്തിന്മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെ വിശുദ്ധീകരിച്ചതുപോലെ പുരോഹിതാർത്ഥിയുടെ മേലും ഇറങ്ങി വന്ന് അദ്ദേഹത്തെ വിശുദ്ധീകരിച്ച് അരൂപിയുടെ ദാനത്താൽ നിറയ്ക്കണമേ എന്ന് ഭക്തിപൂർവം ഈ ഗാനത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Thank you.